നമസ്കാരം. കൂത്താട്ടുകുളത്തുള്ള ഒരു വ്യാജ ദന്തൽ സർജനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കാണ് വരുന്നത്. ഇത് ആവർത്തിച്ച് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷൻ പറയാൻ ഞങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചളിപ്പ് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരേ വിഷയം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുമ്പോൾ പക്ഷേ പറയിക്കാനായിട്ടുള്ള അവസരങ്ങൾ ആ വ്യക്തി തന്നെ ഉണ്ടാക്കി തരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു, ആ വ്യക്തി ഈ മറ്റൊരു കേസിലെ ഒരു ഇൻ്ററിം ഓർഡറുമായിട്ട് ഈ ഒരു വിഷയത്തെ ഓവർകം ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിരുന്ന ചില കുതന്ത്രങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം പാലാരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നതും അവിടെ ചർച്ച ചെയ്തു, അവിടെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം പുള്ളിക്കാരൻ ഈ കോടതിയിൽ ഓൾറെഡി കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിനകത്ത് ആ കോടതിയിൽ പെട്ടെന്നൊരു തീർപ്പുണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് പുള്ളി മേൽക്കോടതിയിലേക്ക് ഓടി. മേൽക്കോടതിക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ വീഡിയോ പ്രചരണങ്ങളും നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ഒരു പുതിയതായിട്ടൊരു കേസ് ഫയൽ ചെയ്യുകയൊക്കെ നോക്കി. പക്ഷേ അവിടെ മേൽക്കോടതി പോലുടെ ഇതിനകത്ത് എതിർകക്ഷികളുടെ ഭാഗം കേൾക്കാതെ ഒരു ഓർഡർ, കാരണം നിലവിൽ ഒരു കോടതിയുടെ ഒരു ഇൻ്ററിം ഓർഡർ, താൽക്കാലിക ഉത്തരവാണ് നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുകളിലെ പെട്ടെന്നൊരു ഓർഡർ ഇറക്കാനായിട്ട് മേൽക്കോടതിക്ക് സ്വാഭാവികമായിട്ട് ചില പരിമിതികൾ തോന്നിയത് കൊണ്ടാവാം മേൽക്കോടതി അത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കില്ലാത്തൊരു നിലപാടിലേക്ക് എടുത്തിരിക്കുന്നു. കക്ഷികൾക്ക് നോട്ടീസ് അയച്ച്, അതായത് എതിർഭാഗത്തിൻ്റെ നോട്ടീസ് അയച്ച്, അത് കാരണം ചാനലുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടതുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ചാനലുകാർ ഈ വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത് എന്നുള്ളത് കോടതിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേൽക്കോടതിയാണെങ്കിൽ പോലും കൂടെ അത് നോട്ടീസോ അല്ലെങ്കിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴിയോ എതിർകക്ഷികളെ വിവരം അറിയിച്ചതിന് ശേഷം ഓർഡർ ഇടാമെന്നുള്ളൊരു നിലപാടെടുത്തു. അതോടുകൂടി ഈ വ്യാജ ദന്തൽ ഡോക്ടറുടെ എല്ലാ ഇടപാടുകളും പൊളിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പരവേശം പിടിച്ച് പാഞ്ഞ് നടക്കുകയാണ്. ഏതായാലും അതിനെപ്പറ്റിയുള്ള മറ്റൊരു എൻക്വയറിയുടെ ഭാഗമായിട്ട് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാനലുകാർക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകാനും അവിടെ വെച്ച് ഈ എതിർകക്ഷി ആ സ്റ്റേഷനിൽ ഹാജരാക്കിയ ചില സർട്ടിഫിക്കറ്റുകൾ അത് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സിന് എല്ലാവർക്കും, അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഓഫീസേഴ്സിന് എല്ലാവർക്കും ആ കാര്യങ്ങൾ വ്യക്തമായിട്ടും ബോധ്യമായി. കാരണം ഇയാൾ പറഞ്ഞിരുന്ന MDS എന്ന സർട്ടിഫിക്കറ്റ്, മാസ്റ്റർ ഡെൻ്റൽ സർജൻ എന്ന ഇയാൾ അവകാശപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10-20 വർഷക്കാലം കൂത്താട്ടുകുളത്തും പാലാ, രാമപുരം, തൊടുപുഴ, മാറിയ അത്തരം പ്രദേശങ്ങളിലൊക്കെ ഉള്ള ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച്, അതോടൊപ്പം തന്നെ അവിടുത്തെ കൂത്താട്ടുകുളത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ ദേവമാത ഹോസ്പിറ്റൽ അധികൃതരെയും വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ട് അവിടെ സ്പെഷ്യൽ ദന്തൽ സർജൻ എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന ആ പ്രാക്ടീസ് അതും വ്യാജമാണ്, അല്ലെങ്കിൽ ഇയാളൊരു വ്യാജ സർജനാണ്, അല്ലെങ്കിൽ ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതോ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സർട്ടിഫിക്കറ്റ്, അത്തരം സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യ ഗവൺമെൻറ് വാല്യൂഡ് അല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ ഉള്ള ഏതെങ്കിലും ഡെൻ്റൽ കോളേജുകളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് അനുമതി നൽകുന്നത്. അത് അല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം. ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാകണം. ആ ടെസ്റ്റിൽ 50% മുകളിൽ മാർക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കേരള ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കേരള ഡെൻ്റൽ കൗൺസിലിൽ MDS രജിസ്റ്റർ ചെയ്യാതെ ഒരു കാരണവശാലും കേരളത്തിൽ ഒരു ഡെൻ്റൽ സർജൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആവില്ല. അങ്ങനെ ചെയ്താൽ അത് കൊടും ക്രൂരമായ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതാണ് ഇപ്പോൾ ഈ രാജു മാത്യു എന്ന വ്യക്തി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് നിസ്സാര കുറ്റമല്ല, വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണ്. ഏകദേശം പ്രധാനപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ ഏകദേശം 6ഓളം വകുപ്പുകൾ പ്രകാരം, അതിനകത്ത് പല വകുപ്പുകളും 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷകൾ വരെ കിട്ടുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു ജീവപര്യന്തത്തിലധികം
എന്ന് പറഞ്ഞവണ്ണം ശിക്ഷ അനുഭവിക്കത്തക്ക രീതിയിലുള്ള കുറ്റങ്ങളാണ് ആ വ്യക്തി ഇത്രയും കാലം കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗികമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണത്തിൻ്റെ ആ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന പല എവിഡൻസുകളും ഇപ്പോൾ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഞങ്ങൾ വിവരാവകാശം വെച്ചെടുത്തിരുന്നു. അവിടെയൊന്നും MDS സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ളത് അവിടുന്ന് വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് മറുപടി ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കാരണം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ തന്നെ അവിടുത്തെ മെയിൻ ഓഫീസേഴ്സിന് തന്നെയും ഇയാൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മറ്റേതൊക്കെയോ രാജ്യത്തിൻ്റെ, നമുക്കറിയാം ഇപ്പോൾ ഉഗാണ്ടയിലും അല്ലെങ്കിൽ താലിബാനിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന ഒരു സെപ്പറേറ്റ് വിങ് തന്നെ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൻ്റൽ കൗൺസിൽ, കേരള ഡെൻ്റൽ കൗൺസിലും ഈ രണ്ട് വിഭാഗവും ആയിട്ട് ലിങ്ക് ചെയ്ത് അവരുടെ എല്ലാവിധ അനുമതികളും അവർ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്, നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരം ഗൈഡ് ലൈൻസ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു സർജൻ എന്ന നിലയിൽ, ദന്തൽ സർജൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാളൊരു വ്യാജ ദന്തൽ സർജൻ ആണ് എന്ന് പറഞ്ഞിരുന്നത്. അടിവരയിടുന്ന രീതിയിലുള്ള എവിഡൻസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ശരി, ഇനിയിപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉന്നത നീതിപീഠങ്ങളെ അറിയിച്ച് അതിൻ്റെ തെളിവുകളെല്ലാം ഹാജരാക്കുന്ന മുറയ്ക്ക് ഈ വ്യക്തിക്ക് വിചാരണ, അതുപോലെ തന്നെ മറ്റ് ശിക്ഷാ നടപടികൾ, അതൊക്കെ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വിഷയം ഇതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ടതുണ്ട്. ഈ വ്യക്തി തന്നെ ഓരോ വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു കള്ളൻ പിടിക്കപ്പെട്ടു അല്ല പിടിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോഴത്തേക്കും പലവിധ പരാക്രമങ്ങളും നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിലൂടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പേപ്പറുകൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ ഓരോ സംഭവങ്ങളിലെ അപ്ഡേഷൻസ് അതാത് ദിവസങ്ങളിൽ എന്നവണ്ണം പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ടി വരുന്നത്. എന്താണെങ്കിലും ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ. ഈ രാജീവ് മാത്യു എന്ന വ്യക്തി MDS ഡിഗ്രി ഇല്ലാതെ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, തൊടുപുഴ ആ പ്രദേശങ്ങളിലുള്ള അനേകം മനുഷ്യരെ വ്യാജമായിട്ട് ചികിത്സിച്ച്, ചിലപ്പോൾ ഇതിനോടകം പലരും പലവിധ രോഗങ്ങൾ കടിമപ്പെട്ടിട്ടുണ്ടാവും. പലരും ചിലപ്പം ഇയാളുടെ ചികിത്സാ പിഴവ് കൊണ്ട് മരണപ്പെട്ടു വരെ പോയിട്ടുണ്ടാവാം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇനി പിന്നീട് എന്തെങ്കിലും അന്വേഷണ ഏജൻസികൾ ഗൗരവത്തിൽ ഇതിനേക്കാൾ കൂടിയ ഗൗരവത്തിൽ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രംഗത്തേക്ക് മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പരാതി നൽകുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും കഴിഞ്ഞ ഈ ഇത്രയും കാലം വളരെ ദീർഘമായൊരു കാലമാണ് ഈ പൊതുസമൂഹത്തെയും അതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനത്തെയും വഞ്ചിച്ച് ചതിച്ച് വിശ്വാസവഞ്ചന നടത്തി ഇത്രയും ഒരു വ്യാജ ദന്തൽ സർജൻ എന്ന നിലയിൽ ഇയാൾ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറ്റുള്ള അപ്ഡേഷൻസ് അടുത്ത ദിവസങ്ങളിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. നന്ദി.